ജീവിതത്തിൽ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്നറിഞ്ഞതിൻ്റെ ഒരു വർഷമായിരുന്നു 2003 ആദ്യമായിട്ട് +2 തോറ്റു പോയപ്പം ജീവിതം പരാജയമാണല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് തോറ്റു കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അടുത്തൊരു 3 മാസം അധ്വാനിച്ച് പഠിച്ച് വീണ്ടും എഴുതിയപ്പം കാണാം വീണ്ടും പരാജയം. അതോട് ജീവിതത്തിൽ പരാജയം എന്തോന്ന് മനസ്സിലായി. ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെ എന്തോ. പിന്നെ ചെയ്യുന്നതെല്ലാം അങ്ങോട്ട് ശരിയാവുന്നില്ല. എന്നാൽ പിന്നെ തളർന്നു പോലല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ട്രൈ ചെയ്ത് എങ്ങനെയോ ഒന്നും കൂടെ ട്രൈ ചെയ്ത് ആ വർഷം ഒരുപാട് ഡിപ്രഷൻ്റെയും ഒരുപാട് ഇതിൻ്റെയൊക്കെ എല്ലാം ഓവർകം ചെയ്ത് എങ്ങനെയോ ആ വർഷം ദൈവത്തേക്ക് വിളിച്ച് പാസ്സായി. അപ്പം അതിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പോകണമെന്ന്. പണ്ട് കോഴ്സിനോട് വലിയ താല്പര്യം അതൊന്നും എന്തായാലും അന്നത്തെ ഒരു ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും പോയി ഹോട്ടൽ മാനേജറാവണമെന്നൊക്കെയുള്ള. അപ്പം അന്നേരം ഈ ഫസ്റ്റ് ഇതായതുകൊണ്ട് നമുക്ക് ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഈ +2 ജയിക്കുന്നതിന് മുമ്പുള്ള കഥ. ശരി, അന്നേരം പോയി ഏതെങ്കിലും കോഴ്സ് ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ നടന്നപ്പോൾ കാണാം എല്ലായിടത്തും +2 ജയിക്കാതെ കോഴ്സില്ല. പിന്നെ ഒരിടത്ത് പോയി തൽക്കാലത്തേക്കൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പറഞ്ഞ് പഠിച്ചു. മലേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെറ്റപ്പ് പേര്. ചെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആകെ 10 പേരേ ഉള്ളൂ അവിടെ. ആകെപ്പാട് പഠിപ്പിക്കുന്ന ഒറ്റ ഒരു സബ്ജക്റ്റേ ഉള്ളൂ, ഫുഡ് പ്രൊഡക്ഷൻ. താല്പര്യത്തോടെ എങ്ങനെയെങ്കിലും നമ്മൾ ഒരു ബേസ് ആവട്ടെ, ഹോട്ടൽ മാനേജ്മെൻറ്റിന് ഒരു ബേസ് ആവട്ടെ എന്ന് പറഞ്ഞാൽ അത് പഠിച്ച് ഇറങ്ങുമ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതിനകത്തുള്ള കഷ്ടപ്പാടും ബഹളങ്ങളും. ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് 10 പേരേ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ചുള്ള എക്സ്പോഷർ കഴിഞ്ഞു. അതോടെ ഹോട്ടൽ മാനേജ്മെൻറ്റും ഹോട്ടലും എടുത്ത് ഇനി അടുത്തത് എന്തോ ചെയ്യണമെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിയാണ് നമ്മൾ കാണാം. ഒരിടത്ത് പിന്നെ നമ്മുടെ ലാബ് ടെക്നീഷ്യൻ്റെ ഏതാണ്ട് ഒരു കോഴ്സ് പഠിപ്പിക്കുന്നു പറഞ്ഞാൽ പോയി. അവിടെ ചെന്നപ്പോൾ നോക്കിയപ്പോൾ അവിടെയും ഇതേ കഥ. ആകെ 3-4 പേരുമുണ്ട്, ഒരു കുഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതും ശരിയാവുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഡിപ്രസ്ഡായിട്ട് വീട്ടിൽ ഇങ്ങനെ കുറേ നാളിങ്ങനെ ഇരുന്നപ്പം കാണാം ഒരു കൂട്ടുകാരൻ വന്ന് പറഞ്ഞ് നേഴ്സിംഗ് പഠിക്കാൻ, ഇപ്പം നേഴ്സിംഗാണ് ട്രെൻഡെന്ന്. എന്നാൽ പിന്നെ ഇല്ലാത്ത സബ്ജക്റ്റായ ബാംഗ്ലൂരിൽ പോയി എങ്ങനെയെങ്കിലും ഇത് പഠിച്ചെടുക്കണം. 2004 പോയി നേഴ്സിംഗ് GNM പഠിക്കാൻ കയറി. കഷ്ടപ്പെട്ട് 2007 പാസ്സായില്ല. അതിന് മുമ്പ് 2004 അവസാനമായപ്പോഴാണ് അറിയുന്നത് കോളേജ് ശരിക്കും അവിടെ അല്ല, ഉടായ്പ. കോളേജ് യഥാർത്ഥത്തിൽ ഇല്ല, ഇനി കോളേജ് പണിയാൻ പോകുന്നതേ ഉള്ള, INC ഇല്ല, ഒന്നുമില്ലെന്ന്. ഇതും ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ച് പിന്നെ തളരാതെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് 3 വർഷം കംപ്ലീറ്റ് ചെയ്ത് നാളെ എക്സാമിന് ഇന്ന് വരെ ഹോൾ ടിക്കറ്റ് കിട്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ മാത്രമല്ല, വേറെ കുറേ പേരുണ്ട്. എന്നാലും ചെല്ലുന്നിടം പാതാളം എന്നുള്ള കഥയായിട്ട് എങ്ങനെയോ സർട്ടിഫിക്കറ്റ് കിട്ടി, എല്ലാം എഴുതി. അപ്പം കാണാം അവിടെയും ഇതിൻ്റെ മാർക്ക് വന്നപ്പം കാണാം ഫെയിലായിപ്പോയി. അത് ഒരിക്കലും ഫെയിലാവാൻ ഒരു വഴിയില്ല. പിന്നെ ഒന്നും കൂടെ ട്രൈ ചെയ്തില്ല, റിവാലേഷനാണ് കൊടുത്ത് എങ്ങനെയോ കോഴ്സ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. അപ്പോഴാണ് അറിയുന്നത് INC ഇല്ല എന്നുള്ള കാര്യം. INC ഇല്ലാതെ വേറെ ഇത് നമുക്ക് രജിസ്ട്രേഷൻ പറ്റത്തില്ല. ആകെപ്പാടെ ബാംഗ്ലൂർ മാത്രം രജിസ്ട്രേഷൻ. അപ്പോൾ അങ്ങനെ ഒരു വിധത്തിൽ അത് തള്ളി നീക്കി അതും കൊണ്ട് വന്ന് ഒരിടത്ത് 2500 രൂപയ്ക്ക് ജോലിക്ക് കയറി. അങ്ങനെ ഒരു വർഷം എല്ലാവരും പറഞ്ഞു, ഒരു വർഷം തള്ളി നീക്ക്, നമുക്ക് എക്സ്പീരിയൻസ് ആണല്ലോ ആവശ്യം. ആ എക്സ്പീരിയൻസ് കൊണ്ട് എങ്ങനെയോ പിന്നെ വേറൊരിടത്ത് നല്ലൊരു ജോലിയൊക്കെ കിട്ടി.
2 കൊല്ലം അവിടെ ജോലി ചെയ്ത്. അപ്പോഴാണ് അറിയുന്നത് അവിടുത്തെ ആ സ്റ്റേറ്റിൻ്റെ രജിസ്ട്രേഷൻ ഇല്ലാതെ അവിടെ ജോലി ചെയ്തത് വാലിഡ് അല്ല, പുറത്തോട്ടൊന്നും പോകാനൊന്നും. എന്നാൽ പിന്നെ അതും പരാജയമാണല്ലോ. പക്ഷേ ഇനി എന്താ ചെയ്യുന്നത്? ഗൾഫിലേക്ക് പോകണം, ഇതിൻ്റെ INCയും ഈ കാര്യങ്ങളും എല്ലാം ചെയ്യണമല്ലോ. എന്നാൽ പിന്നെ ഒന്നും കൂടെ പോസ്റ്റ് PUCക്ക് എന്തെങ്കിലും പഠിക്കാമെന്ന് പറഞ്ഞ് ആലോചിച്ചപ്പോഴാണ് പറഞ്ഞത് എന്നാൽ പിന്നെ പുറത്ത് പോയി എവിടെയെങ്കിലും നല്ല എക്സ്പോഷർ കിട്ടി നല്ലോണം പഠിക്കാമെന്ന് പറഞ്ഞ് UKയോ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് നമ്മൾ കാണാം കാനഡ എന്നുള്ള ഓപ്ഷൻ വന്നു. ശരി, കാനഡ എങ്കിൽ കാനഡ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടായാലും പോയി എല്ലാം സെറ്റപ്പ് ആവാമല്ലോ. കുറച്ച് നാൾ നമുക്ക് നല്ലൊരു എക്സ്പോഷറും കിട്ടും. പുറത്തുള്ള പഠനം 2011 കാനഡയ്ക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് കോഴ്സ് എല്ലാം ചെയ്ത് ഒരു 8 മാസം ഇത് പേപ്പർ വർക്കിൻ്റെ പുറകിലൊക്കെ നടന്നപ്പോഴാണ് നാട്ടിലെ ഈ അവിടുത്തെ രജിസ്ട്രേഷൻ്റെ പ്രോബ്ലം, ഇവിടുത്തെ രജിസ്ട്രേഷൻ്റെ പ്രോബ്ലം, അത് ഇത് എല്ലാം കൂടെ മുന്നോട്ട് രജിസ്ട്രേഷൻ കിട്ടാൻ ഭയങ്കര തടസ്സം. ഇതും ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചപ്പോൾ കാണാം കോഴ്സ് ആണെങ്കിൽ വലിയ പ്രയോജനപ്പെടുന്ന കോഴ്സില്ല. അത് ആ കനേഡിയൻ രജിസ്റ്റേർഡ് നേഴ്സ് എക്സാമിനേഷൻ എന്നുള്ള കോഴ്സാണ്. ആ കോഴ്സ് പഠിച്ചാൽ അവിടുത്തെ RN പാസ്സാവാൻ, RN എലിജിബിലിറ്റി കിട്ടാണ്ട് RN പഠിച്ചിട്ട് എന്നാ കാര്യം? അങ്ങനെ ഇരുന്നപ്പം കാണാം കോഴ്സിന് ആ സ്കൂളിനൊരു വാർണിങ്ങും വന്ന് നമ്മുടെ വിസ ഏകദേശം തീരുന്ന ഒരു സമയമായപ്പം എല്ലാവരും വിസ എക്സ്റ്റൻഷന് വേണ്ടി പേപ്പർ മേടിക്കാൻ വേണ്ടി കോളേജിൽ പോകുന്ന സമയം നോക്കുമ്പോൾ കാണാം ആ കോളേജ് പൂട്ടി. പെട്ടെന്നൊരു നോട്ടീസൊക്കെ അടിച്ച് വിസയും തീർന്ന്, കോളേജും ഇല്ല, സർട്ടിഫിക്കറ്റും ഇല്ല, ഒന്നുമില്ല. ഇതും പരാജയമാണെന്നല്ല എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നാലും നമ്മൾ തളരാതെ ഓടി നടന്ന് കുറേ കൺസൾട്ടൻറ്റ് എമിഗ്രേഷൻ അവിടെ ഇവിടെ എല്ലാം കയറി ഇറങ്ങി നടന്ന് വേറെ ഏതെങ്കിലും കോഴ്സ് എടുക്കാമെന്നും പറഞ്ഞ് നടന്നപ്പം കാണാം കോഴ്സിനെല്ലാം ഭയങ്കര പൈസയും കാര്യങ്ങളുമൊക്കെ. അന്നേരം ഒരാൾ പറഞ്ഞ് എന്നാൽ പിന്നെ എമിഗ്രേഷൻ ലോയേഴ്സും കൺസൾട്ടൻറ്റും ഒരുപാടുണ്ട്, വർക്ക് പെർമിറ്റ് എടുത്താലോ, അത് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞു. വർക്ക് പെർമിറ്റിന് കുറേ മുടക്കൊക്കെ ഉണ്ട്. എന്തായാലും ശരി, മുടക്കിയാലും സാരമില്ല, 1 വർഷം കഴിയുമ്പോൾ PR കിട്ടും എന്നൊക്കെ വിചാരിച്ച് ഉള്ള ഇതെല്ലാം മെനക്കെടുത്ത് അവിടെ ചെന്ന് ഒരു വർക്ക് പെർമിറ്റ് ഒപ്പിച്ചു. വർക്ക് പെർമിറ്റിന് വർക്കിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അത് അതിലും വലിയ പണിയാണ്. ഉടായ്പ ഒരു മുതലാളിയും നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ശമ്പളമെല്ലാം തിരിച്ചു മേടിക്കുന്ന ഒരു പരിപാടിയും. എന്നാലും സാരമില്ല, കടിച്ചു പിടിച്ച് 1 വർഷം നിന്നാൽ മതിയല്ല, അത് കഴിയുമ്പോൾ പിന്നെ PR പേപ്പറെല്ലാം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നിന്നപ്പം കാണാം 2ാം വർഷം നമ്മുടെ വർക്ക് പെർമിറ്റ് തീരുന്ന സമയമായപ്പോൾ ആ പുള്ളിക്കാരൻ ഒരു റെസ്റ്റോറൻറ്റ് വിൽക്കുകയും പറഞ്ഞ് എന്നോട് പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. PR കിട്ടുമോ കിട്ടത്തില്ലയോ, PR കിട്ടി എങ്ങനെയെങ്കിലും അവിടുത്തെ RNൻ്റെ കോഴ്സ് എടുത്ത് ചെയ്യാമെന്നും പറഞ്ഞ് ആണ് ഇതെല്ലാം ചെയ്തത്. അങ്ങനെ അവിടുന്ന് ആകെ നിരാശയായിട്ട് ഇങ്ങനെ നിന്നപ്പം കാണാം പുള്ളി പൊക്കോളം പറഞ്ഞു, വേറെ ഒരു നിവൃത്തിയില്ല, പൊക്കോളം പറഞ്ഞു. ഫെഡറൽ പ്രോസസ്സിംഗ് ആണ് പേപ്പർ, പക്ഷേ PR കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല. കാരണം ആ ഹോട്ടൽ പൂട്ടിപ്പോയി, പുള്ളി വേറെ ഒരാൾക്ക് വിറ്റ്. അപ്പോൾ അയാൾ എൻ്റെ പേപ്പറിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അങ്ങനെ എല്ലാം കൽപ്പിച്ച് ശരി വേണ്ട, കാനഡയും വേണ്ട, ഒന്നും വേണ്ട, എല്ലാം നിർത്തി നാട്ടിൽ പോയി. ഭാഗ്യമാണോ നിർഭാഗ്യമാണെന്ന് അറിയാം, നിർഭാഗ്യമാണെന്ന് അറിയത്തില്ല. 3 മാസം കഴിയുമ്പോൾ PR അപ്രൂവ് എന്നും പറഞ്ഞൊരു സംഭവം വന്നു. എന്നാൽ പിന്നെ PR കിട്ടിയിട്ട് ഇനി ജീവിതം എല്ലാം ഓക്കെയാന്ന് പറഞ്ഞ് തിരിച്ച് വണ്ടി കയറി അവിടെ വന്ന് മെയിൻ ലക്ഷ്യം ഈ PRൻ്റെ കോഴ്സിന് ഇത് കിട്ടിയിട്ട് വേണം അവിടെ പോയി. അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ PR ഉള്ളവർക്ക് ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ RN അപ്പോൾ ആ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ PR എല്ലാം ഒപ്പിക്കാൻ വേണ്ടി പാടുപെട്ടത്. അവിടെ ചെന്നപ്പം കാണാം അവർ പറയുകയാണ് CRNE എന്നുള്ള സംഭവമൊക്കെ ഓൾറെഡി തീർന്നു പോയി, ഇനി പുതിയ പരിപാടികളാണ്, NCLEX RN ഇത് പുതിയ പരിപാടിയാണ്. ഇത് ചെയ്യണമെങ്കിൽ ആദ്യം മുതലുള്ള പേപ്പർ വർക്ക് ആദ്യം മുതൽ നാട്ടിൽ നിന്ന് ചെയ്യണം. കോളേജും പൂട്ടിപ്പോയി, INC ഇല്ലാതെ നടക്കുന്നത് ഞാൻ എവിടെ നിന്നാണ് പേപ്പർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ 2015 എങ്ങനെ PR കിട്ടി. ശരി, എന്നാൽ PR എങ്കിൽ PR അതും വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ കാനഡയിൽ കറങ്ങി നടന്നു. അത്രയും വർഷം കാനഡയിൽ നിന്നിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കോഴ്സിന് കൊടുത്ത പൈസയും വർക്ക് പെർമിറ്റിന് ചിലവായ പൈസയും അതല്ലാതെ ഇങ്ങോട്ടൊന്നുമില്ല. പിന്നെ കുറേ ക്രെഡിറ്റ് കാർഡിൻ്റെ ബാധ്യതകളും അങ്ങനെ കുറേ സംഭവങ്ങളും. നാട്ടുകാർക്കും പ്രയോജനമില്ല, വീട്ടുകാർക്കും പ്രയോജനമില്ല. അങ്ങനെ നടന്ന്
പിന്നെ കല്യാണത്തിൻ്റെ സമയമായല്ലോ, കല്യാണം ഒന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ കുറേ നാൾ നടന്ന് 2016 ആ കുഴിയിലും ചെന്ന് ചാടി. ശരി, പി ആറിന് വേണ്ടി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ, അപ്പോൾ ആരെങ്കിലും പി ആറിന് വേണ്ടി സ്റ്റുഡൻ്റായിട്ടോ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ഹെൽപ്പ് ചെയ്ത് അവർക്കൊരു സഹായവും നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തിയാവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നോക്കിയൊക്കെ നടന്നു. അന്നേരം ആരെയൊന്നും കിട്ടിയില്ല. എന്നാൽ പിന്നെ നാട്ടിലുള്ള ആരെങ്കിലും, കാനഡ എന്നുള്ള മോഹം അങ്ങനെ ഭയങ്കര സെറ്റപ്പാണല്ലോ. ശരി, എന്നാൽ ആ നാട്ടിൽ നിന്ന് ഒരാളെ തന്നെ കല്യാണം കഴിച്ചേക്കാം, അവർക്ക് ഇങ്ങോട്ട് വരാനും പറ്റും. അങ്ങനെ 2016 കല്യാണവും കഴിച്ചു. എന്നിട്ട് ജീവിതം ശരിയായോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ ഒരു വീടൊക്കെ മേടിച്ച് ശരി എങ്ങനെയെങ്കിലും കുറച്ചൊക്കെ തള്ളി നീക്കാൻ പറഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ സമയം കറക്റ്റ് 2020 ഒരു വീടൊക്കെ മേടിച്ച് നല്ല സെറ്റപ്പായിട്ട് ഇരിക്കുന്ന സമയത്ത് കാണാം കോവിഡിൻ്റെ ഇതായതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ്, ബാങ്ക് ഓഫ് കാനഡയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി പോയി. ഇൻട്രസ്റ്റ് റേറ്റ് കൂടി പോയി നമ്മുടെ മോർഗേജ് അടയ്ക്കാൻ പറ്റാതെ ആയി. ആകെ പണിയായി. എന്നാൽ പിന്നെ വീടും വിറ്റ് കളയാമെന്ന് വെച്ച് നോക്കിയപ്പോൾ കാണാം ഒരു മനുഷ്യൻ ആ സമയത്ത് വീട് മേടിക്കുന്നില്ല. 3-4 മാസം മാർക്കറ്റിൽ ഇട്ട് ആഗ്രഹിച്ച് മേടിച്ച 2020 ഒരു വീട്, 2021 പുതിയ വീട് മേടിച്ചിട്ട് അത് ആസ്വദിക്കാൻ പറ്റാതെ ഒരു നിർഭാഗ്യമുണ്ടായി. അതിനിടയ്ക്ക് ഒരു കൊച്ചും കൂടെ ഉണ്ടായി. കൊച്ചുങ്ങളൊന്നും വേണ്ട, നമ്മുടെ ജീവിതമേ ഇങ്ങനെ കഷ്ടപ്പാടാണ്, ഇനി കൊച്ചുങ്ങളെങ്ങനെ കൊണ്ടുവന്ന് ഈ ജീവിതത്തിൽ കഷ്ടപ്പെടുത്തണ്ടെന്ന് 4 വർഷം ക്ലാസ് എടുത്തതാ. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവസാനം അതും സംഭവിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും ആകെ പരാജയം. പിന്നെ അവസാനം കണക്ക് നോക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡുകളിലും കാർ ലോണൊന്നും അടയ്ക്കാൻ ഒരു വിധത്തിൽ ആ വീട് തള്ളി നീക്കി. തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു എത്രയോ പൈസ ഉണ്ടാക്കിയ സമയത്ത് നമുക്കത് നഷ്ടം സംഭവിച്ചു. എല്ലാം അടയ്ക്കാനുള്ളതും അതും ഇതെല്ലാം കണക്ക് ഇതും വലിയ പൈസയൊന്നും അതിന് കിട്ടിയില്ല. അല്ലെങ്കിൽ അതൊരു കോടീശ്വരൻ, അവൻ്റെ പൈസ അതിനകത്തുണ്ടായിരുന്നു. ആ വീട് വിറ്റപ്പം അത്രയും പൈസ, അത്രയും ലാഭം അതിലുണ്ടാവേണ്ടിയായിരുന്നു. അങ്ങനെ എന്തോന്ന് അറിയത്തില്ല, നമ്മുടെ ജീവിതത്തിൽ ഫുള്ള് നിരാശകളും ഇങ്ങനെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെങ്ങനെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാമെന്നും പറഞ്ഞ് ചവിട്ടി മുന്നോട്ട് പോകുന്നു. 3 പടി, 1 പടി കയറുമ്പോൾ 2 പടി പുറകോട്ട് വരും, പിന്നെ 3 പടി കയറുമ്പോൾ പിന്നെ 5 പടി താഴോട്ട് വരും. അങ്ങനെ ലൈഫ് ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ്. എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. കല്യാണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച്, കൊച്ചുങ്ങളെ വേണ്ടെന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങളെ രണ്ടുമായി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെല്ലുന്നിടമെല്ലാം ഇങ്ങനെ ഒരു അവസ്ഥയാണുകൊണ്ട് ഒന്നും അറിയാം എന്താ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ.